ഇടുക്കിയിലെ ഈ ജനവാസ മേഖലയ്ക്കടുത്തൊരു കടുവ വന്ന കാര്യം പ്രേക്ഷകർക്കറിയാം. ഗ്രാമ്പി എന്ന് പറയുന്ന സ്ഥലത്താണ് വളരെ അടുത്ത് വരെ കടുവ വന്നത്. അപ്പോൾ ഈ കടുവ വളരെ ആരോഗ്യമൊക്കെ പോയി വല്ലാത്ത അവസ്ഥയിലാണ്. ഈ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടുന്നതിൻ്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ 15-ാം വാർഡിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 6 മണി വരെയാണ് ഈ നിരോധനാജ്ഞ എന്നറിയുക. വണ്ടിപ്പെരിയാറിൽ നിന്ന് രാഹുൽ സുരേഷ് നമുക്കൊപ്പം ചേരുകയാണ്. രാഹുൽ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ അവശനാണ് ഈ കടുവയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കാര്യം ഇതിനെ മയക്കുവെടി വയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ചില്ലറ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ ഭീതി വന്ന് ഈ കടുവ ഓടി ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ നിരോധനാജ്ഞ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എന്താണ് ഈ നിരോധനാജ്ഞയെക്കുറിച്ച്? SK കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ദൗത്യം അല്പസമയത്തിനകം തുടങ്ങുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഈ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ കടുവ ഈ ജനവാസ മേഖലയ്ക്ക് അടുത്ത് തന്നെയാണ്. കൂടുതൽ ദൂരത്തേക്ക് മയക്കുവെടി കൊണ്ടുകഴിഞ്ഞാൽ ഇത് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. വനംവകുപ്പിന്റെ പ്രത്യേക സംഘം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഹൈറേഞ്ച് സർക്കിൾ CCFന്റെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘമായിരിക്കും നിലവിൽ ഈ മയക്കുവെടി വെക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. എന്തായാലും നിലവിൽ ഈ കടുവ ഈ ഇന്നലെ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇല്ല. ഈ ഡ്രോൺ ഉൾപ്പെടെയുള്ള ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണത്തിൽ കടുവയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പ ദൂരത്തേക്ക് കടുവ നീങ്ങിയിട്ടുണ്ടാകാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ വീണ്ടും ഉള്ളൊരു ഡ്രോൺ നിരീക്ഷണം ഉൾപ്പെടെ ഇവിടെ നടക്കുകയും ചെയ്യും. അതിനുശേഷം കടുവയെ കണ്ടെത്തിയ ശേഷം മാത്രമായിരിക്കും മയക്കുവെടി വെക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് പോവുക. എന്തായാലും ഈ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ആളുകൾ കൂട്ടം കൂടാനോ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് ഇങ്ങോട്ടേക്ക് വരാനോ ഉള്ള പാടില്ല എന്നുള്ളത് കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ കാണുന്നതാണ് കടുവയെ പിടികൂടിയാൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള കൂട്. ഇതിന് തൊട്ടടുത്ത് ഒരു 100 മീറ്റർ മാത്രം അകലെ ഈ കടുവയുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും വനംവകുപ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത ഈ പ്രദേശത്ത് വേണ്ടത് അനിവാര്യമായ കാര്യമാണ്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ ജനവാസ മേഖലയിൽ കടുവയുണ്ട്. കടുവയെ പിടികൂടുന്നതിന് വേണ്ടി ആദ്യം ഒരു കൂട് ഉൾപ്പെടെ സ്ഥാപിച്ചിരുന്നു. പക്ഷേ ആ കൂട്ടിലേക്ക് നടന്നു കയറാനുള്ളൊരു ആരോഗ്യസ്ഥിതി അല്ല നിലവിൽ കടുവയ്ക്കുള്ളത് എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. വലത്തെ പിൻഭാഗത്തെ കാലിന് പരിക്കേറ്റിട്ടുണ്ട്. അതിന് കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയില്ല, ഇര തേടാൻ കഴിയില്ല. അത് തീർത്തും അവശനായ നിലയിലായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിലാണ് മയക്കുവെടി വെച്ച് പിടികൂടി ഇതിനെ തേക്കടിയിലേക്ക് കൊണ്ടുപോയി അവിടെ വിദഗ്ധ ചികിത്സ നൽകാനൊരു തീരുമാനത്തിലേക്ക് വനംവകുപ്പ് പോവുകയും ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ക്രമീകരണങ്ങളാണ് നിലവിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ഈ മയക്കുവെടി വെക്കുന്ന തീരുമാനത്തിലേക്ക് വനംവകുപ്പ് പോയത്. പിന്നീട് 6:30 വരെ ദൗത്യം ആദ്യഘട്ടം എന്നോണം നടത്തി. പിന്നീട് വെളിച്ചക്കുറവ് മൂലം ഇന്നലത്തെ ദൗത്യം അവസാനിപ്പിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ ഇപ്പോൾ ഇത് വീണ്ടും തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മയക്കുവെടി വെക്കാനുള്ളൊരു നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്ന SK. ഓക്കെ, താങ്ക് യു. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.